ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ LED സ്ട്രിപ്പിനൊക്കെ നമ്മൾ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര വാട്ട്സിൻ്റെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് വാട്ട്സ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് ഡീറ്റെയിൽസാണ്. ഇന്ന് അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഡ്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെ 12 വോൾട്ട് 8 ആംപിയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ 100 വാട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 12 × 8, അതായത് 12 വോൾട്ടേജ് × 8 ആംപിയർ. അതായത് ഈ അഡാപ്റ്ററിൻ്റെ ആംപിയർ എന്ന് പറയുന്നത് 8 ആംപിയറാണ്. അപ്പോൾ 12 × 8 എന്ന് പറയുന്ന സമയത്ത് 100 വാട്ട്സ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ കാണുന്നത് 8 ആംപിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 100 വാട്ട്സ് വരെ മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. 100 വാട്ട്സ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ഒരു LED സ്ട്രിപ്പ് എന്ന് പറയുന്നത് 6 വാട്ടിനും 8 വാട്ടിനും ഇടയ്ക്കാണ് നമ്മുടെ ഒരു LED സ്ട്രിപ്പ് ഏകദേശം എടുക്കുന്നത്. പ്രൊഫൈൽ LEDയിൽ വ്യത്യാസമുണ്ട്. സാധാ നോർമൽ LED ആണെങ്കിൽ ഒരു 6 വാട്ടിനും 8 വാട്ടിനും ഇടയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 8 മീറ്റർ മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞൊരു 10 മീറ്ററിനുള്ളിൽ കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. ലൈൻ LN എന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആദ്യത്തേൽ ഗ്രൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ഓപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കൊടുക്കണം. L-ഉം N-ഉം ആണ് നമ്മൾ കൊടുക്കേണ്ട AC 230 വോൾട്ട്. L എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട L ആദ്യം കാണിക്കുന്നത് എർത്താണ് കാണിക്കുന്നത്, പിന്നെ L കാണിക്കുന്നത്, N കാണിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂട്രൽ പിന്നെ അതുപോലെ L എന്ന് പറയുന്നത് ഫേസ്, മറ്റേത് നമ്മുടെ എർത്ത്. ഇതാണ് പ്ലസ് മൈനസ് എന്ന് മാർക്ക് ചെയ്തിരുന്നത് നമ്മൾ LED സ്ട്രിപ്പിലേക്ക് കൊടുക്കേണ്ട ഔട്ടാണ്. DC വോൾട്ടേജാണ് വരുന്നത്. നമുക്ക് 2 സെക്ഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പ്ലസും 2 മൈനസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് 100 വാട്ട്സ് വരെ കൊടുക്കാം എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 100 വാട്ട്സിലേക്ക് എത്തിക്കരുത്. കാരണം അതിൻ്റെ പീക്ക് ലെവലിലേക്ക് ഏത് ഡിവൈസിനെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു LED സ്ട്രിപ്പ് 10 മീറ്റർ വരെ മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 10 മാക്സിമം, അത്രയും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതും. ഏറ്റവും ഉത്തമം വരുന്നത് 1 ആംപിയറിൽ 1 മീറ്റർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് നമ്മൾ നേരത്തെ കണ്ടത് 8 ആംപിയറിൻ്റെയാണ്. ഇത് നമ്മൾ കാണുന്നത് 5 ആംപിയറിൻ്റെയാണ്. അത് 12 വോൾട്ട് 5 ആംപിയർ. അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സ് കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 12 × 5 60 വാട്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് 60 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ട് വരുന്നത്. അതിന് 60 വാട്ട്സ് നമ്മൾ കൊടുക്കരുത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമുക്ക് 5 മീറ്റർ വരെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1 മീറ്ററിന് 1 ആംപിയർ. പക്ഷേ അതിനോട് യോജിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മൾ LED സ്ട്രിപ്പ് വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്യാതിരിക്കുന്നതിനും കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 1 മീറ്ററിന് 1 ആംപിയർ എന്ന് പറയുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ 1 ആംപിയറിൻ്റെ വെച്ചിട്ട് 2-3 മീറ്ററും വർക്ക് ചെയ്യും, അത് ബ്രൈറ്റ്നെസ് കുറവായിരിക്കും, വോൾട്ടേജ് വേരിയേഷൻ വരുന്ന സമയത്ത് അഡാപ്റ്റർ കത്തിപ്പോവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും LED കുറച്ച് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ LED സ്ട്രിപ്പ് നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 1 മീറ്ററിന് 1 ആംപിയർ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ഞാൻ പറഞ്ഞ LED സ്ട്രിപ്പ് നോർമൽ LED സ്ട്രിപ്പിൻ്റെ കാര്യമാണ്. അതല്ല, പ്രൊഫൈൽ LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് വ്യത്യാസമുണ്ട്. കാരണം ഒരു പ്രൊഫൈൽ LED 1 മീറ്ററിൽ വരുന്നത് ഏകദേശം 18 വാട്ട്സ് ആണ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന് കൊടുത്തേക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്ട്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നും എത്ര വാട്ട്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് 12 വോൾട്ടേജ് × ആംപിയർ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വാട്ട്സ് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും വീഡിയോസ് കാണുന്ന ആളുകളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാൻ എൻ്റെ ചെറിയൊരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.